ഹായ്, ഞാൻ ജയ. എനിക്ക് എൻ്റെ ഈ വെക്കേഷൻ, അതായത് ഞാൻ ഫെബ്രുവരിയിൽ വന്നതാണ്, ഫെബ്രുവരി തീരുന്നു. അപ്പോൾ ഈ വെക്കേഷനിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് മിനിയെ കണ്ടെത്തിയത്. അതായത് ഞങ്ങൾ SSLC പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? അതെ. നമ്മൾ പിന്നെ ഒരിക്കലും ഇല്ലില്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ട്. അതായത് ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പം അന്നും മിനിക്ക് ഇങ്ങനെ വലിയ നീണ്ട മുടിയൊക്കെ ആയിട്ട് ഒരു നാണം കുണുങ്ങി അധികം ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം പക്ഷേ ഇവളുടെ ഒരേ കഴിവെന്ന് വെച്ചാൽ ഇവള് വളരെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പിന്നെ പഠിക്കാനും മിടുക്കിയായിരുന്നു. ഞങ്ങളെപ്പോലെ ഒന്നും അധികം ചിലക്കത്തൊന്നുമില്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ അന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയം? ഉണ്ട്. അപ്പം അതിൽ നിനക്ക് ഏറ്റവും ഇപ്പം നിന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഏത് ക്ലാസ്സാണ്? 5ആണോ, 6ആണോ, 7ആണോ, 8ആണോ, 9ആണോ, 10ആണോ? 8ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്. ഫിൽസിറ്റ് അമ്മയുടെ ക്ലാസ്. ഫിൽസിറ്റാമ്മയുടെ ക്ലാസ്. അപ്പോൾ ഫിൽസിറ്റാമ്മ നിന്റെയും ഒരു ഹീറോയിൻ ആയിരുന്നു. ഹീറോയിന്. അപ്പോൾ ഫിൽസിറ്റാമ്മയ്ക്ക് ഒത്തിരി ഫാൻസാണ്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വാശിയോടെയാണ് ഞങ്ങൾ ഫിൽസിറ്റാമ്മയുടെ ഒരു നോട്ടത്തിനും ഒരു ചിരിക്കും ഒരു സംസാരത്തിനും. കാരണം സിസ്റ്ററിന് ദേഷ്യപ്പെടാൻ അറിയാമായിരുന്നോ? ചിലപ്പോൾ 2ാമത്തെ മുടിയൊന്നും പിന്നാതെ വരുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോടൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല, കാരണം നിങ്ങളോടൊക്കെ നല്ല കുഞ്ഞുങ്ങളായിരുന്നു, അല്ലേ? അതുപോലെ സിസ്റ്റർ ഫിൽസിറ്റാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിനക്ക് എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ഫിൽസിറ്റാമ്മ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തൊട്ടേ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഫിൽസിറ്റാമ്മ. ഒരു മാലാക വന്ന് കയറുന്ന പോലെ തോന്നുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നും, അല്ലേ? നമ്മളെ ഗ്രൂപ്പ് തിരിച്ച് നിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ? ആരൊക്കെയോ ഉണ്ട്, മറന്നുപോയല്ല. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ ഞാൻ എപ്പോഴും ഓർക്കുന്ന, നീ എപ്പോഴും പാട്ട് പാടുന്നതാണ്. അപ്പം ആ നീണ്ട മുടി ആട്ടി എന്നിട്ട് നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമായിരുന്നല്ലോ. അപ്പം നിന്റെ അമ്മ വീട് എങ്ങാണ്ട് സ്കൂളിനടുത്തായിരുന്നു. അപ്പം നിങ്ങളുടെ വീട് അച്ഛൻ്റെ വീടായിരുന്നു, അല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ ജാതിക്കയും പിന്നെ എന്താ ഒളോളിക്ക് ഏതാണ്ടൊക്കെ ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ നീ അതെല്ലാം ഞങ്ങൾക്ക് കൊണ്ട് തരുമായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയിട്ട് വരുന്നത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, ഈ ജാതിക്കയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നോക്കി. നിനക്ക് എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്, കാരണം ഞാനല്ല കഴിച്ചത്. അപ്പൊ എന്നും നീ നല്ല മനോഹരമായിട്ട് പാടുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിപ്പം ഫിൽസിറ്റാമ്മയോട് ഇപ്പോൾ ആദ്യമായിട്ട് നിന്നെ കണ്ട കാര്യം എന്നോട് ഫിൽസിറ്റാമ്മ പറഞ്ഞു. അപ്പോൾ അന്ന് ഏറ്റവും കാര്യമായിട്ട് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മ ആദ്യമായിട്ട് നമ്മുടെ അവിടെ വരുമ്പം ആ സമയത്ത് അമ്മയുടെ ഫാദർ മരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കൂളിലെ പദ്യപാരായണത്തിന് കോമ്പറ്റീഷന് നീ ഒരു പാട്ട് പാടി. അപ്പോൾ ആ പാട്ട് പാടി അന്ന് അമ്മ കുറേ കരഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോൾ ആ പാട്ട് നീ ഓർക്കുന്നുണ്ടോ? ആ പാട്ടൊന്ന് പാടാമോ? ഒന്ന് പാടാമോ? ഒന്ന് കട്ട് ചെയ്തേക്ക്. ഓർക്കുന്നുണ്ട് അന്ന് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം അന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്, അന്ന് വൈകിട്ടൊക്കെ 10ാം ക്ലാസ്സിൽ നമ്മൾ വൈകിട്ട് സ്കൂളിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും നാളുകൾക്ക് ശേഷം എനിക്ക് നിൻ്റെ നമ്പർ കിട്ടി. ഞാൻ നിന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നിനക്ക് പറയാനുള്ളതെല്ലാം ഫിൽസിറ്റാമ്മയെ പറ്റിയായിരുന്നു. അപ്പോൾ അന്നേരം തന്നെ നീ എന്നോട് പറഞ്ഞു. ഞാനും എപ്പോഴും നിന്നെ ഓർക്കുന്ന ആ പാട്ട്, ആ പദ്യത്തിലാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് മത്സരത്തിന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും പലപ്പോഴും നിന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കുമായിരുന്നു. അപ്പം നീ ആ പാട്ടൊന്ന് പാടാമോ? എനിക്കറിയാം ഒത്തിരി വർഷമായിട്ട് നീ പാടിയിട്ടില്ല. ഇന്നലെ രാത്രിയിലാണ് ഞാൻ നിന്നോട് ഈ ആവശ്യം ചോദിച്ചത്. അപ്പോൾ ആ സമയത്ത് നിന്നെക്കൊണ്ട് മറന്നു പോയാലും സാരമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും വർഷം കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വീട്ടമ്മയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത്ര അങ്ങോട്ടൊന്നും പാടാനൊന്നും പോകത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അങ്ങൂ നിശബ്ദമാ. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാന്ന നിഴലുകൾ മാതിരി. കത്തുന്ന കാറ്റിൻ്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിന്തിരി. ഇത്തിരി ചാണകം തേച്ച വെറും നില തച്ചനുറങ്ങാൻ ഇടുന്നതെന്തിങ്ങനെ. പച്ചപ്പിലാവില തൊപ്പി മെടഞ്ഞുകൊണ്ടച്ഛൻ്റെ ചാര തിരുന്നതോർക്കുന്നു ഞാൻ.
4 വയസ്സു കഴിഞ്ഞില്ലെനിക്കെഴു തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ. ആര് വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിഷ വരെയുള്ള വാർത്തകൾ. അന്നെനിക്കൊട്ടും മനസുഖമില്ലെൻ്റെ ചന്ദന പമ്പരം എങ്ങോ കളഞ്ഞുപോയി. വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ. വാരിയെടുത്തെന്നെ ഉമ്മ വച്ചമ്മയൻ നോരോ ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാനെൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പെടുന്നതെന്തിങ്ങനെ. ഒന്നും എനിക്കു മനസ്സിലായില്ല അച്ഛൻ ഇന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീൽക്കും വരെ. പച്ചപ്പിലാവില തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ കൺവീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായെൻ്റെ കൈതട്ടി മാറ്റി പതുക്കെ എൻ മാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണച്ഛൻ ഇന്നുണരാത്തതും എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ഞകം പിഞ്ഞി പറഞ്ഞു മറുപടി. ഏതാണ്ട് അപകടമാണച്ഛനെന്നോർത്തു വേദനപ്പെട്ടു ഞാൻ ഒന്നാശ്വസിച്ചു പോയി. ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നത് പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ആറഞ്ചു കൊണ്ടേ തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ. മരിക്കുന്നത് കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്ക എന്തിനാണമ്മ കരയുന്നതിപ്പോഴും. ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ടേ കളഞ്ഞതെൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി. കുട്ടനെ ഇട്ടിച്ചു പോയതെന്തിങ്ങനെ. അമ്മ ബോധം കെട്ടു വീണു. അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളു, നിന്റെ അച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ. താങ്ങി പുറത്തേക്കെടുത്തു രണ്ടാളുകൾ. ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി. തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. അച്ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ. ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും. ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ ആ രംഗം ഇപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എന്നന്തരാത്മാവിനുള്ളിലെ
തീയിൽ വെച്ചിന്നും എന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ, എന്നും എന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ. എന്തായാലും ഞങ്ങളെ ഒന്നും കൂടെ പഴയ സ്കൂൾ ജീവിതത്തിലേക്ക് നീ കൊണ്ടുപോയി. എനിക്ക് വളരെ നന്ദിയുണ്ട്. ഈ സമയത്ത് ഇത്രയും ദൂരത്തുനിന്ന് ഓടി വന്ന് ഈ പാട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പാടിയതിന് ഒത്തിരി താങ്ക്സ്. എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ ഓരോ സ്റ്റുഡൻസും ഇത് എൻജോയ് ചെയ്ത്. അതോടൊപ്പം ഫിൽസിറ്റാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. ഫിൽസിറ്റാമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട്, നമ്മൾക്കും വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ അന്നത്തെ സ്കൂൾ ജീവിതത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സ്കൂൾ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ഇപ്പം അത് ഓർത്തട്ടാ ഞങ്ങളൊക്കെ ഇരുന്ന് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ആ പമ്പരം തപ്പി നടക്കുന്ന ആ കൊച്ചിന്റെ ദയനീയാവസ്ഥ കേട്ട് എല്ലാരും കരഞ്ഞു അല്ലേ? അലോൺസാമയൊക്കെ ഇരുന്ന് കരഞ്ഞു പോയതാ. അലോൺസാമയൊക്കെ കരയുന്ന ഭയങ്കര ഒത്തിരി പേര് ഇന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരും അയ്യോ ആ കൊച്ചാ പാട്ട് പാടിയ കൊച്ചാ പോകുന്നത്. ഫിൽസിറ്റാമ്മ എന്നോട് ഇന്ന് രാവിലെ ഫിൽസിറ്റാമ്മയുടെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിച്ച്, അപ്പൊ എന്നെ കാണുമ്പോൾ എന്റെ ചന്ദനപ്പമ്പര ഫിൽസിറ്റാമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. അന്നേരം പറയാം അന്ന്, അതായത് കാരണം ഞങ്ങളെല്ലാരും നിന്നെ ഓർക്കുന്ന ആ പാട്ടിലാണ്. എല്ലാവർക്കും അങ്ങനെയാ. ഇങ്ങനെ ഒരു പാട്ട് വന്ന് പാടിയതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സ്കൂളിനെ പറ്റിയോ? സ്കൂളിനെ പറ്റി പറയുന്നേക്കാളും കൂടുതൽ ആദ്യമുള്ളത് നിന്നെ പറ്റിയാണ്. ഓരോ ഒരു അമേരിക്കയിലെ തിരിച്ചു വരവില്ലേ, ഇങ്ങോട്ടുള്ള യാത്ര വരുമ്പം ഇങ്ങനെ ഓർത്തിരുന്ന് ഓരോരുത്തരെ വിളിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിന് ഞങ്ങൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഞങ്ങളൊക്കെ ഇവിടെ നാട്ടിലായിട്ട് പോലും ഇതൊക്കെ മറന്നു പോകുന്നു. പക്ഷേ അല്ല, അവിടെ ഇരിക്കുമ്പോ വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെയല്ലേ ഓർമ്മ. അപ്പൊ എനിക്ക് കാരണം ആ പാട്ട് എന്നെ ഒത്തിരി ടച്ച് ചെയ്താണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഫിൽസിറ്റാമ്മയുടെ പുറകെ നമ്മളെല്ലാം നടന്നു. അപ്പൊ ആ ഫിൽസിറ്റാമ്മനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കാളും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എനിക്ക് എൻകറേജ്, കാരണം നിങ്ങളെപ്പോലെ അല്ലല്ലോ, ഞാൻ ഭയങ്കര ഉഴപ്പിയായിരുന്നു. അപ്പൊ എന്നെ ഒത്തിരി നന്നായിട്ട് വരാനായിട്ട് ഒത്തിരി ഫിൽസിറ്റാമ്മ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സമയത്ത് നമ്മുടെ കൂടെ ഇവിടുത്തെ നമ്മുടെ ഇളയ വിദ്യാർത്ഥിയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഈ സമയത്ത് ഞാൻ ഓർക്കുവാണ്, നമുക്ക് ആ സ്കൂളിന്റെ കുഞ്ഞാനിക്ക് എന്താ പറയാനായിട്ടല്ല, ആ സ്കൂളിന്റെ അന്നത്തെ ആ സ്കൂളില് ഈശ്വര പ്രാർത്ഥന, അത് ചിലപ്പം അസംബ്ലി തുടങ്ങി ആ സമയത്തായിരിക്കും ഓടി വന്ന് ചിലപ്പോ സ്റ്റെപ്പിന്റെ താഴെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് അസംബ്ലി കഴിയുമ്പം എല്ലാവരുടെയും കൂടെ കയറും. എന്റെ കുഞ്ഞാൻജി അത് പറയുമ്പോ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, എനിക്കറിയത്തില്ല, ഞങ്ങൾ നടന്നു വരുമ്പോ ലേറ്റ് ആയി. അപ്പൊ എന്നിട്ടും ഈ എന്താ ആരോട് പറയുന്നത്, കുഞ്ഞാൻജി ഒക്കെ പറഞ്ഞു തന്നാന്ന് എനിക്ക് വന്ന് പെരിങ്ങലോ ഏതാണ്ട് പിരിച്ചു വെച്ച് അടി കിട്ടത്തില്ല. പാടല. അപ്പൊ എന്നാ പെട്ടെന്ന് ഓടി സ്കൂളിൽ എത്താന്നുള്ള ആ ബോധമല്ല, ആ സമയം ഇത് അവിടെ പോയി പിരിച്ചു വെച്ചിട്ട് പിന്നെ എനിക്കൊക്കെ പൊക്കക്കുറവായതുകൊണ്ട് എന്നെ അധികം പെട്ടെന്ന് പിടിക്കത്തില്ലായിരുന്നു. ഞാൻ പയ്യെ ലൈനയിലൊക്കെ നുഴഞ്ഞു കയറി നിൽക്കുമായിരുന്നു. പക്ഷെ എന്നും ഞാൻ എപ്പോഴും ഈ കുഞ്ഞാൻജിയൊക്കെ നിങ്ങളൊക്കെ എന്നെ ഇട്ടേച്ച് പോകുമായിരുന്നു. അമ്മച്ചി എന്നോട് പറയുന്നത് പേത്ത പോലെ നടക്കുന്നത്. ഞാൻ പയ്യെ നടന്നു വരും, ഇവരൊക്കെ എന്നെ ഇട്ടേച്ച് പോകുമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഓടി വരുന്നിട്ട് കാണുന്ന മനുഷ്യരോട് മുഴുവൻ സമയം ചോദിക്കും, ചേട്ടാ സമയം എന്നാ ചേട്ടാ? അപ്പം 10-5 മിനിറ്റ്, ആ ചേട്ടനെ വാച്ച് പൊട്ടപ്പാച്ച. പിന്നെയും കാണുന്നവർ ഈ സമയം ചോദിക്കുക. എന്നിട്ട് അവരെ കളിയൊക്കെ നിങ്ങളുടെ വാച്ച് പൊട്ടയാന്നും പറഞ്ഞ് ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും അവിടെ അസംബ്ലി തീരാറാകുന്നത്. അപ്പൊ അലോൺസാമിയൊക്കെ നിൽക്കുന്ന കാണുമ്പോ മദ്രസാമ്മയുടെ കയ്യിലൊരു വടി ഇങ്ങനെ പുറകിലിങ്ങനെ വെച്ചൊരു നിപ്പ ശരിക്കും. അതെ, അവര് നന്നായിട്ട് കഷ്ടപ്പെട്ടു നമ്മളെ കൊണ്ട്. അതുപോലത്തെ ടീച്ചേഴ്സിനെ പിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴും അത് ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പം ടീച്ചേഴ്സിനൊക്കെ നല്ല ഇത്, ഇപ്പം കുറേയും കൂടെ ഒരു ഇട സമയത്തേക്ക് ഇപ്പൊ കുറേയും കൂടെ ടീച്ചേഴ്സിന് പിള്ളേരുമായിട്ട് നല്ല, അതായത് നമ്മുടെ തലമുറ ടീച്ചറായപ്പോ നന്നായി. അത് ചില ഒരു പക്ഷെ നേരെ ആയിരിക്കാം. നമ്മുടെ തലമുറ റിട്ടയർ ആകാൻ പോണ്. 2-3 വർഷം കൂടെ. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി അന്നത്തെ ആ ഈശ്വര പ്രാർത്ഥന ഒന്ന് പാടിയാൽ. ഓർമ്മയുണ്ടോ ആ പാട്ട്? ഓർക്കുന്ന എത്രയൊക്കെ ചെകഞ്ഞെടുക്ക്. തൊണ്ടയൊന്നും ശരിയല്ല എങ്കിലും ശ്രമിക്കാം. എന്റെ കൂടെ ഇത്രയും പാട്ടുകാരുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക. കായോരോ ജ്യോതിസ് നേരായ മാർഗം നീ കാട്ടണമേ, മുന്നോട്ട് പോകുവാനെന്റെ മുൻപിഴയൊന്നു തെളിക്കണമേ, നിത്യനായുള്ളോനെ നീതിയും സത്യവും എന്നിൽ നീയെന്നും തെളിക്കണമേ, കാരുണ്യ പീയൂഷം ആയുവിനി
ഒത്തിരി ഒത്തിരി നന്ദി. ഞാൻ ഒന്നും കൂടെ തിരിച്ച് സ്കൂളിലോട്ട് പോയി. നിങ്ങളോ? അതെ, ശരിക്കും അവിടെ പോയി നിൽക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് തോന്നിയില്ല. ശരിക്കും സ്റ്റെപ്പിന്റെ അടിയിലായിരുന്നു. ഞാനിപ്പോഴും ഓടി വരുവാ. അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, ഇന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഞാനും ഉണ്ടാവുമല്ലോ എന്ന് നീ- പ്രാർത്ഥന. പക്ഷേ ഇന്ന് ഞാൻ ആ പാട്ട് മറന്നുപോയി. സ്കൂളിൽ വെച്ച് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈശ്വര പ്രാർത്ഥന? ഉണ്ടായിരുന്നു. ഞാനില്ലായിരുന്നു. ഞാനുണ്ട്, പക്ഷെ നമ്മളും മറന്നുപോയി. എനിക്കിത് ഓർമ്മ വന്നത് ഒരു 24 വർഷം മുമ്പ് ഞങ്ങൾ കുടുംബശ്രീയിൽ തുടങ്ങി. അപ്പം അന്നൊരു നമുക്കൊരു ഈശ്വര പ്രാർത്ഥന വേണമല്ലോ എന്ന് പറയുമ്പം ഞാൻ ഉടനെ ഈ പാട്ട് അപ്പൊ എല്ലാ ഞായറാഴ്ച ഇത് പാടും. അതാണ്. അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട്, നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു പാട്ട് പാടിയാലോ? ഒരു വട്ടം കൂടി. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള പാട്ടാണത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം പാടിയ പാട്ടുണ്ടല്ലേ, ഒരു മിന്നാമിനുങ്ങി. മിന്നാമിനിങ്ങ നമുക്ക് പിന്നെ ഒരു വട്ടം മിന്നാമിനിങ്ങ പാടണം. ഒരു വട്ടമാണ്. ഒരു വട്ടം ഓക്കെ. അത് ഒരു വട്ടം കൈയൊക്കെ താഴ്ത്തി. ഒന്നുകൂടെ ഒന്ന് ഒരിക്കൽ കൂടി ആ പഴയ സ്കൂളിലോട്ടും അവിടുത്തെ ആ മാവ് ഓർക്കുന്നില്ല? അവിടെ ഒരു വലിയൊരു മാവ് ഉണ്ട്, അതിൽ ഇഷ്ടംപോലെ മാങ്ങ ഉച്ചയ്ക്ക് പിടപെടോന്ന് വീഴുന്നു. പിന്നെ ബദാമ, കപ്പലാവിന്റെ അതേ കയറി ഇരിക്കില്ല. അതെ, നല്ലൊരു ചാരികസേര പോലെ. ഞാൻ NCCക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഞാനും ഉണ്ടായിരുന്നു NCCക്ക്. ഓക്കെ. അപ്പൊ നിങ്ങളില്ലായിരുന്നു, നിങ്ങളൊക്കെ പാട്ടുകാരും. ശരി, ഞങ്ങളൊന്ന് പാട്ടുകാരായിരുന്നു. അല്ല, നമുക്ക് ഈ പാട്ട് പാടാം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, മനമൊന്നുലത്തുവാൻ മോഹം, മനമൊന്നുലത്തുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ മോഹിക്കുവാൻ മോഹം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതല്ല. ഒടുവിൽ പറന്നുപോം കിളിയോട് അരുതേയെന്നോതുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നുപോം കിളിയോട് അരുതേയെന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇനിയത്തെ വരവിലായിക്കോട്ടെ ആ പാടിന്റെ ലിറിക്സ് മുഴുവനും ഏറ്റവും ഫേവറേറ്റ് ഉള്ള പാട്ട്. ഏറ്റവും നന്നായിട്ട് ആ പാട്ട് പാടിയത്. ഇനിയും ഇതുപോലെ വരുമ്പോഴത്തേക്കും ഇനിയും നമ്മുടെ കൂട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് ഫിൽസിറ്റാമേനെയും കൂട്ടി. ഞാനാണെങ്കിൽ ആ ഫ്യൂണറൽ ചടങ്ങ് കഴിഞ്ഞ് വന്നത് തന്നെ നീ ആ മിനി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു, എത്ര വർഷങ്ങൾ കൂടിയാ ഞാൻ മിനിയുടെ സഹോദരന്റെ അടുത്ത് പോയി മിനിയെ പറ്റി എല്ലാം അന്വേഷിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോ ഭയങ്കര സ്കൂളിലെ പാടിയ ആ ഗ്രൂപ്പ് സോങ് രസമായിരുന്നു. എന്തെല്ലാം പ്രോഗ്രാം ആയിരുന്നു. തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ സമ്മാനമായി വെള്ളാമ്പൽ പൂതരാ, വെള്ളാമ്പൽ പൂതരാ. പാട്ട് പാട്ട് ഞാൻ മറന്നുപോയി. ഒഴുകി ഒഴുകി അതുകൊണ്ടായി. ഈ ഒഴുകിലെ പുഴയെവിടെ പോകും, ദൂരെ ദൂരെ ചേരും, കടലിൽ പോയി ചേരും. ഹൊയ്ലസ എലമ എലമ ഹൈലസ, ഹൊയ്ലസ എലമ എലമ. നിന്റെ സിംഗിൾ സോങ് എന്തായിരുന്നു എപ്പോഴും? രജനി എന്താ? മഞ്ഞൾ പ്രസാദവും അല്ല, മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ. മറന്നുപോയി, ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ നമ്മുടെ ഫിൽസിറ്റാമ്മ കൊണ്ടുപോയ പാട്ട്, എന്നെ ആദ്യം കൊണ്ടുപോയ പാട്ട് ഓർക്കാം, പൈതലാമേശ്വരി. അതിനെ പോയി പാടിയിട്ട് പ്രൈസ് ഒക്കെ മേടിച്ചു. എന്നെ സന്തോഷമായിരുന്നു ആ പാട്ട്. അതിനകത്ത് സ്കൂളിൽ അറിയാൻ പാട്ട് പാട്. യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനെ, നിങ്ങൾ തൻ ഹൃദയത്തിൽ
യേശുനാഥൻ പിറന്നു ലലലാ 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 ലലാ ആഹാ കൊച്ചുമോള് വേണമായിരുന്നു ആ പാട്ട് പാട്ട് പാടാൻ. പാടാം. അതായിരുന്നു എന്റെ ഹൈലൈറ്റ്. എന്തായാലും ഇത്രയോ സമയം നിങ്ങൾ വന്ന് ഇത്ര സമയം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി എന്നെ കാണാൻ വന്നതിന് ഇത്ര സമയം എനിക്ക് വേണ്ടി തന്നതിനായിട്ട് ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഈ സമയത്ത് ഞങ്ങൾ അനിതേനെയും ഫിൽസിറ്റാമേനെയും മിസ് ചെയ്യുന്നു. അനിതയ്ക്ക് വരാൻ പറ്റിയില്ല കാരണം അവള് സ്കോളർഷിപ്പിന് പിള്ളേരെ പ്രിപ്പയർ ചെയ്യുവാണ്. ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വന്നായിരുന്നു. സന്തോഷമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നി നിന്നെ കണ്ടപ്പോൾ. കാരണം ഞാൻ ഒത്തിരി കാലമായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആരെയും കണ്ടിട്ടില്ല. ഇടയ്ക്ക് പിന്നെ കാണുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇന്ന് തന്നെ വന്നത്. ഫിൽസിറ്റാമ്മ ഇല്ലാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നീ ഇല്ലെന്ന് പറഞ്ഞു. കൂട്ടായ്മ ഇങ്ങനെ വരുന്നില്ല കേട്ടിട്ട് അങ്ങനെ കാണുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവം വന്നോണ്ടാണ് ഈ ഒരു സാഹചര്യത്തിന് ഞാൻ ഓടി വരാൻ. നമുക്ക് നമ്മുടെ പഴയ സ്കൂൾ കാലം ഇപ്പൊ ഓർമ്മ വരുമല്ലേ? അതേത് അവസ്ഥയിലായാലും നമ്മുടെ സ്കൂൾ ജീവിതമാണ് ഏറ്റവും സന്തോഷം. എത്ര പ്രായമായാലും നമ്മൾ ഓർക്കുന്ന. ഇതിവിടെ നമ്മള് വില്ലൂന്നിയാണ് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് സ്കൂളും കാണാം. എനിവേ ഇത്രത്തോളം ഒക്കെ വന്നതിനും ഇത്രത്തോളം ഒക്കെ സമയം തന്നതിനും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ സ്കൂൾ ജീവിതവും ഫ്രണ്ട്സും ഒക്കെ കാണുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ്? നിങ്ങൾ അവരെയൊക്കെ ആയിട്ട് എങ്ങനെയാണ്? എല്ലാവരുമായിട്ട് പരിചയമുണ്ടോ? ഇപ്പം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കണ്ടെത്തി അവരുമായിട്ടുള്ള ബന്ധമൊക്കെ പുതുക്കുക. സന്തോഷത്തോടെയും ആ ജീവിതം ആ നല്ല കാലങ്ങൾ ഓർമ്മിച്ചെടുത്ത് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കുക. എനിക്കുണ്ടല്ലോ ഞങ്ങളിപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് കൂടിയേ. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത്രയ്ക്കൊരു പക്വതയില്ലായിരുന്നു. ആ സമയത്ത് ഈ പ്രാവശ്യം ഒരുമിച്ച് കൂടിയപ്പം ഞങ്ങൾക്ക് ഒരു സ്നേഹമല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ കുറേ വളർന്നു കഴിയുമ്പോൾ ആ പഴയ പിണക്കങ്ങളൊക്കെ ഒന്നുമല്ല. പിന്നെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കണ്ടെത്തി സന്തോഷത്തോടെ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് മുമ്പോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഈ ചാവറേച്ചൻ്റെ പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാനും ദൈവം ചാവറേച്ചൻ നമ്മളെ സഹായിച്ചു. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് അന്ന് നമ്മൾ പാടിയ പാട്ടൊന്ന് പാടിയാലോ? പ്രാർത്ഥിക്കണേ ചൈതന്യത്തിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. 3 പേരും 2 പേര് പഠിച്ചു, ഒരാൾ പഠിപ്പിച്ചു. ആ സ്കൂളാണ് അവിടെ ഞങ്ങളുടെ സ്കൂളാണ്. ഞങ്ങൾ പഠിച്ച സ്കൂൾ അവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾക്ക് അങ്ങോട്ട് പോകാം. തൃക്കടിത്താനം. ഓക്കെ, അങ്ങനെ നമ്മള് നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. അയ്യോ, എത്ര നാള് കൂടിയല്ലേ? വർഷമൊന്നും പറയണ്ട. അങ്ങനെ പക്ഷെ നമുക്ക് പച്ചപ്പാവാടയും വെള്ള ബ്ലൗസും ഇല്ല. വേറെ വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ ടീച്ചറായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് തന്നെ. ഇതുപോലെ നോക്കിക്കേ സ്കൂളിൽ കളർ പെയിന്റ് ഒക്കെ ചെയ്തെങ്കിലും അല്ലെ ഇതൊക്കെ ഇന്നലത്തെ മഴയ്ക്കാ ശരിക്കും വെള്ളമായത്. അധികം മാറ്റങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെയായിരുന്നു ആ കൈതമര നിന്നത്? ഇവിടെ ഇരുന്നായിരുന്നു ഫിൽസിറ്റാന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഇവിടെയായിരുന്നു. ആ കൈതയ്ക്ക് പകരം ഇപ്പൊ വേറെ എന്തോ ഒരു മരം വെച്ചു. ഇനി വേറെ പിള്ളേരൊന്നും എഴുതണ്ടെന്ന് ഓർത്താൽ. അങ്ങനെ അതുപോലെ നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലമാണിത്. ഇതാണ് ഹെഡ് മിസ്ട്രസിന്റെ ഓഫീസ്. നമ്മൾ പഠിക്കുമ്പം അന്ന്
അൽഫോൺസാമയായിരുന്നു. അലോൺസാമ. അലോൺസാമ. ഇറങ്ങിയെന്നറിഞ്ഞ എല്ലാവരും എല്ലാരും ഓടും. അത് തന്നെ. അത് പുറകിൽ ഇങ്ങനെ അത് വടി ഇങ്ങനെ അൽഫോൻസാമയാ. പിടിച്ച് പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടിയൊരു വര. എന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് ഞങ്ങൾക്ക് നല്ല അടി കിട്ടുമായിരുന്നു. ഇറങ്ങുമ്പോഴേ പേടിച്ചോടുന്നത്. അതുപോലെ ഈ മുറ്റത്തായിരുന്നു അസംബ്ലിക്ക് നിങ്ങൾ ഓർക്കുന്നത്, എന്നും ഞാൻ ലേറ്റ് ആയിട്ടാ വരുന്നത്. അങ്ങനെ ഇവിടെ ഈ വരാന്തയിലൊക്കെ ഇരുന്ന് നമ്മള് വർത്തമാനം പറയുമായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെ. ഞാനാണെങ്കിൽ വനിത വരുത്തുമായിരുന്നു. അപ്പൊ വനിത ഏറ്റവും ആദ്യം വായിക്കാൻ വേണ്ടി ചോറൊക്കെ കൊണ്ട് ഓടി വരുമായിരുന്നു. എല്ലാവർക്കും ഇരുന്ന് കഥപുസ്തകങ്ങളൊക്കെ വായിക്കാം. നമ്മുടെ ഈ കല്ലം തൊടുന്നതിന് മുമ്പ് മുറ്റമല്ല, ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, വെള്ളത്തിൽ കളിക്കാനായിട്ട് തന്നെ. വെള്ളത്തിൽ കളിക്കാറ്. ഇത് അരളിയാണോ? ഓ, തൊടണ്ട. അരളിക്ക് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് പറയാൻ എപ്പോഴും. നല്ല പൂവാണ്. പക്ഷെ ഇല്ല, അരുളി പക്ഷെ ആ അരളി പൂക്കളല്ലേ അരുളി ചെടി. അല്ല, അരുളി പൂവാ. വേണ്ട ഇതാരാ വന്നിരിക്കുന്ന നോക്കിക്കേ. അയ്യോ, ഞങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ വന്നതില് സന്തോഷം. ഇവിടെ സ്കൂളിൽ ഇപ്പൊ വന്നിരുന്നു, ഞങ്ങളോടൊപ്പം വന്നിരുന്നിട്ട് എന്താ തോന്നുന്നത്? പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നു. നല്ല ഓർമ്മകളാണ്. നല്ല ഓർമ്മകൾ. കൈതമരവും 10A 10B 9ABC 8A അല്ലേ? ഈ ക്ലാസ് അല്ല, നമ്മള് 8ാം ക്ലാസ് ഇവിടെ ആയിരുന്നു. 8ാം ക്ലാസ് അതിന് 10 അവിടെ ആയിരുന്നു. 8ാം ക്ലാസ്സിൽ അവിടെയായിരുന്നു. ആ ക്ലാസ്സിലായിരുന്നു. ആ ക്ലാസ്സിൽ സിസ്റ്റർ ആദ്യം വന്ന്, ഡു യു നോ ദ മീനിങ് ഓഫ് നെസസിറ്റി ആൻഡ് 2 വേർഡ്സ്? നെസസിറ്റി ആൻഡ് മറന്നുപോയി. 2 വേർഡ്സ് ആയിരുന്നു. ആ ഇംഗ്ലീഷ് വേർഡ് അത് കൂട്ടി സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. നെസസിറ്റി ആൻഡ് ഡിസ്റ്റൻസോ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഈ ഉഴപ്പികളെല്ലാം 8Dയിലായിരുന്നു. മഴയൊന്നും പെയ്യത്തില്ലടി. അങ്ങനെ അനിത ടീച്ചർ ആയതിൽ ഒത്തിരി അഭിമാനിക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഒരു ടീച്ചറും വന്നു. എല്ലാരും നല്ല പൊസിഷനിലെത്തി. അല്ല, സിസ്റ്ററിന്റെ ഒരു റോൾ മോഡലാണ് അവള് ടീച്ചർ ആയത്. അല്ലേ? എല്ലാം ബഹുമാനിക്കുന്ന ഇപ്പോഴും ഉണ്ട് അനിതയ്ക്ക് ഒരു ചെറിയ ഒരകൽച്ച. പേടിയാ. അത് അകൽച്ചയല്ല, ബഹുമാനം കൂടിയിട്ടുള്ള ഒരു പേടി. ആദരവ് എന്ന് പറയുന്നത്. ആദരവ്. അപ്പൊ എനിക്കതൊന്നും ഇല്ലെന്ന് ചുരുക്കം. എനിവേ, ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം തന്നതിലും എല്ലാത്തിനും ഒത്തിരി നന്ദി. സ്കൂളിന്റെ കെട്ടുമട്ടവും മാറിയല്ലേ? മാറി. നമ്മുടെ പച്ചയെല്ലാം അങ്ങോട്ട് പോയിട്ട്, നേരത്തെ പച്ചയും വെള്ളയും കളറായിരുന്നു, ഇപ്പൊ പിങ്ക്. യൂണിഫോമും ഇത് തന്നെ. ഇപ്പം 75ാമത്തെ വയസ്സിലാണ് നമ്മുടെ സ്കൂൾ അല്ലേ? അതെ, 75 വർഷമായി. മെറൂൺ കളർ. പക്ഷെ ഇവിടുത്തെ സ്കൂളുമായിട്ട് ചേരുന്നുണ്ട്. ഉണ്ട്. ഞങ്ങൾക്ക് ഇത്ര തരം സമയം തന്നതിലും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിലും ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. എന്നും ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമായിരുന്നു ഇത്. എന്നും ഞങ്ങള് ഈ മുഖം എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു മുഖം. എല്ലാ കുട്ടികളും സ്നേഹിക്കുന്ന ഒരു പിന്നെ ഇതിലൊക്കെ എന്ത് പറയാനുള്ളത്, അമേരിക്കയിൽ നിന്ന് കൂട്ടത്തിൽ പഠിച്ച ഒരു കൂട്ടുകാർ തന്നെ വന്ന് വരേണ്ടിയിരുന്നു. വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് വലിയൊരു അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ ജയമയാണ്. അതെ, തീർച്ചയായിട്ടും കാണാൻ. വന്നപ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യുമായിരുന്നു. ആ മാവ് നിന്നോടും പണ്ടത്തെ നമ്മുടെ പോകുന്ന സ്ഥലവും ടീച്ചേഴ്സ്. ജയമയുടെ ആ ചുറിയുറുപ്പൊന്നും ഇതുവരെയും കുറഞ്ഞിട്ടില്ല. മനസ്സുകൊണ്ട് പുള്ളി അങ്ങാണ്. അതുകൊണ്ട് വേഗം ഇറങ്ങിയത്. ഞങ്ങളൊക്കെ ഇതുവഴി പിരിയാൻ ഇങ്ങനെ നോക്കിയിരിക്കും. മനസ്സുകൊണ്ടല്ല, അല്ലെങ്കിൽ എങ്ങാന്നങ്ങ് പറ. എല്ലാത്തിനും നന്ദി. ഓക്കെ. പിന്നെ ബാലേട്ടന് പ്രത്യേകം നന്ദി. ബാവുവേട്ടനാണ്. നമ്മുടെ തെങ്ങും ഒക്കെ അത് തന്നെ. തെങ്ങ് ഒക്കെ തെങ്ങ് വെച്ചു. കൈത ഇല്ല ഇവിടെ. കൈതയ്ക്ക് പകരം വേറെ എന്തോ ഒരു സാധനം അവിടെ വെച്ചിരിക്കുന്നത്.
പക്ഷെ തെങ്ങിന്റെ സ്ഥാനത്ത് വേറെ തെങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തെങ്ങിന്റെ സ്ഥാനമല്ല. ആ മറ്റേതൊരു കുഞ്ഞു തെങ്ങായിരുന്നല്ലേ? അല്ല ഒരു പിന്നെ ചെന്തങ്ങ്. ചെന്തങ്ങാൻ. പിടിക്കും. എനിവേ എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും ഇങ്ങനെ സ്കൂളുകളിലെ പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് ടീച്ചേഴ്സിനെയൊക്കെ ആദരിക്കുക. അവർക്ക് നമ്മളാണ്, നമ്മൾക്ക് അവരുമാണെന്ന് ചിന്തിക്കുക. പിന്നെ മാതാപിതാ ഗുരോ ദൈവം അല്ലേ? അതാണ് നമ്മുടെ സംസ്കാരം. വീണ്ടും ഇതുപോലെ ഇടയ്ക്ക് കാണാൻ അവസരം ഉണ്ടാകട്ടെ. അതെ, തീർച്ചയായിട്ടും. ശരി എന്നാ. അപ്പൊ വീണ്ടും അല്ലേ കൊച്ചിനെ പിടിക്കണം. ഒന്നുകൂടെ ഒരുമിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്കൂളിന്റെ പടികൾ നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. ജനാലുകളും അടച്ചു. നമുക്ക് സന്തോഷത്തോടെ ചെയ്യാം. എന്നാ പറഞ്ഞാലും എന്റെ കുഞ്ഞെ സന്തോഷമുണ്ട്. മുറ്റത്ത് വെറുതെ നടക്കുവാൻ മോഹം, വെറുതെ നടക്കുന്നു പഴയതിൻ ഓർമ്മകൾ ഒരുമിച്ചു പാടുവാൻ മോഹം, ഒരുമിച്ചു പാടുവാൻ മോഹം. ഒരു ഈ ഒരു നല്ല നിമിഷം തന്ന ജയമേ വീണ്ടും വീണ്ടും നന്ദിയോടെ ഓർക്കുക കേട്ടോ. ഒത്തിരി നന്ദി. സല്യൂട്ട്, ഒരു ബിഗ് സല്യൂട്ട് തരുക കേട്ടോ. നോബിളെ പോന്നു കേട്ടോ. ഒന്നുകൂടെ പഠിക്കുക, ഒരു വട്ടം കേൾക്കാൻ സുഖം. ഒന്നുകൂടെ പാടാം. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാം. തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നീക്കുന്നൊരാനിൽ മരമൊന്നുലത്തുവാൻ മോഹം, മരമൊന്നുലത്തുവാൻ മോഹം. എത്ര ഉള്ളു പാട്ട്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ